മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൊച്ചിൻ അക്കാദമി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ അലുമിനി മീറ്റ് നടന്നു. കൊച്ചിയിലെ യുവാക്കളുടെ തൊഴിലധിഷ്ഠിത സ്കില്ലുകളെ വളർത്തിയെടുക്കുന്നതിന് സ്ഥാപിതമായ കൊച്ചിൻ അക്കാദമി സ്കിൽ ഡെവലപ്മെന്റ് സെന്റർ അതിന്റെ ഒരു വർഷം വിജയകരമായി പൂർത്തിയാക്കി. സ്ത്രീ ശാക്തീകരണത്തിന് ഉതകുന്ന വ്യത്യസ്ത കോഴ്സുകളാണ് ആദ്യ വർഷത്തിൽ നടപ്പിലാക്കിയത്. 50-ലധികം ബാച്ചുകളും 1000-ലധികം വിദ്യാർത്ഥികളും ഈ കാലയളവിൽ പഠനം പൂർത്തിയാക്കി. ഒന്നാം വർഷം പൂർത്തിയായതിന്റെ ഭാഗമായി വീട്ടമ്മമാരായ വിദ്യാർത്ഥികളുടെ അലുമിനി മീറ്റ് സംഘടിപ്പിച്ചു. വിങ്സ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹസീന ഖാദർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഇന്ന് നിങ്ങളിപ്പോൾ എടുത്ത ഒരു പ്രതിജ്ഞ, ഒരു എഞ്ചിനീയറും ഡോക്ടറും ഒക്കെ ഒരു ഗ്രാജുവേഷൻ 4-4.5 കൊല്ലം കൊണ്ട് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്ന കാര്യമാണ് നിങ്ങൾ നെഞ്ചി തൊട്ട് പറഞ്ഞത്. വളരെ എന്താ പറയുക, നെഞ്ചിൽ തട്ടി പറഞ്ഞാന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു സ്ത്രീ അത് നെഞ്ചിൽ തട്ടി പറയുമ്പോൾ അതൊരു ഒരു ഒരു വീട്, ഒരു തലമുറയാണ് നിങ്ങൾ വാർത്തെടുക്കുന്നത്. അത് നിങ്ങൾ നെഞ്ചിൽ തൊട്ട് പറഞ്ഞത് വളരെയധികം നെഞ്ചിൽ തട്ടി തന്നെ പറഞ്ഞതാണെന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കണം കേട്ടോ. കാരണം നിങ്ങൾ എത്ര വൈകിയാണിത് പറഞ്ഞതെന്നൊന്നും വിചാരിക്കരുത്. വളരെയധികം അർത്ഥവത്തായ വാക്കുകളാണ് ഞാനും നിങ്ങളും നെഞ്ചിൽ തൊട്ട് പറഞ്ഞിരിക്കുന്നത്. അത്രയൊക്കെ നിങ്ങളെ കൊണ്ട് ഒരു കൊല്ലത്തിനുള്ളിൽ ഇവർക്ക് പറയിക്കാമെങ്കിൽ ഇവർ ചില്ലറക്കാരല്ല. കൊച്ചിൻ അക്കാദമി ഡയറക്ടർ ഷറഫുദ്ദീൻ എസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ഫാസില ആസിഫ്, സീന സബീർ, ഷക്കീല ഇസ്മായിൽ, കെ അഷ്റഫ്, ഹാരിഷ ഫൈസൽ എന്നിവർ സംസാരിച്ചു. പ്രായത്തെയും സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ട് സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകളിൽ പഠനം പൂർത്തിയാക്കിയ വീട്ടമ്മമാരെ ആദരിച്ചു. വ്യത്യസ്ത മേഖലകളിൽ സംഭാവനകൾ, സേവനങ്ങൾ നിർവഹിക്കുന്ന അലുമിനി അംഗങ്ങളെയും സ്ത്രീകളെയും ആദരിച്ചു. കൊച്ചിൻ അക്കാദമി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അബ്ദുൽ മൊയ്സ് സമാപനം നിർവഹിക്കുകയും അലുമിനി മെമ്പർ അജിത നന്ദി പറയുകയും ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി. ഒരു വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സപ്ലിമെന്റും പ്രകാശനം ചെയ്തു. അങ്ങനെ എത്തിച്ചേരാൻ പറ്റാത്ത ആളുകളുടെ മനസ്സ് നമ്മളോടൊപ്പം ഉണ്ട്, അവരുടെ ആത്മാവോട് ഉണ്ടാകും എന്നുള്ള മട്ടിലൊക്കെ പല ആളുകളും അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും 2018 കൊച്ചിൻ എഡ്യൂവിഷൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടാണ് കൊച്ചിൻ അക്കാദമി രൂപം കൊള്ളുന്നത്. കൊച്ചിൻ എഡ്യൂവിഷൻ എന്ന് പറയുന്ന പ്രൊജക്റ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ കൊച്ചിൻ അക്കാദമി എന്തിനാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളിൽ പല ആളുകൾക്കും അറിയാവുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.